ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി കൊണ്ടുവന്ന ഓപ്പറേഷൻ തുഫാൻ ധൻവാർത്ത ഫണ്ട് പ്രഖ്യാപിച്ചിട്ട് കൂടി വന്ന് 2-3 ആഴ്ച ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് 800-ൽ പരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു. 800 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചടക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ കഴിഞ്ഞ 10 വർഷം പിണറായി ഭരിക്കുന്ന സമയങ്ങളിൽ ഇവരൊക്കെ പിണറായിൻ്റെ തണലിലല്ലേ ലഹരി മാഫിയകൾ താവളമാക്കിയത്. ഇപ്പൊ നോക്ക്, കേരളം വിശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി അടിപൊളിയായിട്ട് അതൊക്കെ സോഷ്യൽ മീഡിയയും ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. എത്ര കോടിക്കണക്കിന് രൂപയാണ് ലഹരി വസ്തുക്കൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തുഫാൻ പാരപ്പറക്കി നടക്കാൻ മക്കളെ. UDF സർക്കാരിന് ബിഗ് സല്യൂട്ട് കേട്ടോ. ഇതൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ കേരളം ഒരിക്കലും ലഹരി വസ്തുക്കളുടെ വേട്ടയാടപ്പെട്ടില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞുമക്കൾ യുവതിവാക്കം ഒരിക്കലും വഴിപഴിച്ച് നശിപ്പിക്കപ്പെട്ടു പോകില്ലായിരുന്നു. ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ? സമയമായി. അതുകൊണ്ടല്ല UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്.